അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ബത്തേരി അമ്മായിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ, ഇവിടെ നമുക്ക് കാണാം സ്വർഗം ഫിഷിംഗ് പാർക്കാണിത്. അതെ, അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഒരു അഡ്വഞ്ചർ പാർക്കാണിത്. കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വയനാട്ടിന്റെ മറ്റൊരു ഭംഗിയാണിത്. അപ്പോ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയൊരു യുദ്ധം ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതൊക്കെയാണ് ഉപയോഗിക്കുക വയനാട്ടില്. നന്നായിട്ട് വെടിയും വെക്കാൻ അറിയാതെ. ഇത് നമ്മള് പ്രതീക്ഷേനേക്കാളൊക്കെ വലിയ സെറ്റപ്പ് ആണല്ലേ. ഞങ്ങളിത് അറിഞ്ഞു കേട്ടിട്ട് ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. അതെ, അപ്പൊ ഞങ്ങൾ കേട്ടതിടത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടപ്പം ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നു. അതെ, പക്ഷെ ഇവിടെ വന്ന് കണ്ടുകഴിഞ്ഞപ്പം നമ്മളെ ഹൈടെക്. അതെ, ഗൂഗിൾ ഫോട്ടോസിൽ കണ്ടതിനേക്കാളൊക്കെ അടിപൊളി സംഭവമാണ്. കുളമൊക്കെ കാണണം. കുളമൊക്കെ എനിക്കൊന്നൊരു 2 ഏക്കറിന്റെ അടുത്ത് കാണും. 1.5 ഏക്കർ ഉണ്ടാവും എന്തായാലും. പ്രേക്ഷകരെ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എൻജോയ് ചെയ്യുക. ബോട്ടിംഗ് ആണ്. യെസ്, കുട്ടികൾക്കുള്ള ഇത്ര ഏരിയ ഉണ്ട് ബോട്ടിങ്ങിന്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട് ബോട്ടിങ്ങിന്. യെസ്, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാം റീസണബിൾ റേറ്റ് ആണ്. ഇതിന്റെ അടി കൂടെ പാസ് ചെയ്ത് പോട്ടോ ബോട്ട്. അതെ, അതാണ് ഇങ്ങനെയല്ലേ ഈ ഷേപ്പിനകത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഈ ഷേപ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. കൊള്ളാട്ടോ. ചേച്ചേട്ടെ, കൊള്ളാട്ടോ. അതെ, നമ്മള് കാക്കോല് പോയപ്പോ കിട്ടിയ അതെ, ഇത് വേറൊരു വൈബ് അല്ലേ. കൊള്ളാം. ഇത് എന്തായാലും കിടിലൻ സെറ്റപ്പാണ്. നിറച്ചും മീനുണ്ട്, നിറച്ചും. നമുക്ക് നോക്കിയാൽ തന്നെ പുറമേ കൂടെ കാണാൻ പറ്റും. വലിയ പിലോപ്പിയാണ് അധികം കാണുന്നത് അല്ലേ. അതെ, ഫിലോപ്പിയാണ് അധികം. ഫിഷിംഗ് ഉണ്ട് അവിടെ, കുറെ പേര് ഫിഷിംഗ് നടത്തുന്നുണ്ട്. യെസ്, ഇവിടുന്ന് സെയിം, ഇവിടുന്ന് ഫിഷ് പിടിച്ചു കൊടുക്കുന്നു, ഇവിടുന്ന് ഫ്രൈ ആക്കി തരുന്നു. അങ്ങനെ ഫുൾ എൻജോയ്മെന്റ് ആണ്. രാവിലെ വൈകുന്നേരം വരെ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള കുറെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പാർക്ക് ഉണ്ട്, എല്ലാം നമ്മൾ വിശദമായിട്ട് റൈഡ് ഐറ്റംസ് ഉണ്ട്, എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. വാ. അപ്പൊ ഇതൊക്കെ ഇവിടെ മീനിന് കൊടുക്കുന്ന തീറ്റയാണ്. ഇതിട്ടിട്ടാണ് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സാധനങ്ങൾ. ഇതിങ്ങനെ തന്നുവിടും. 3 എണ്ണം ആണ് തന്നുവിടും നമുക്ക്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സാധനം തന്നുവിടും. ഇതിന് ചാർജ് എത്ര? 50 രൂപ അല്ലേ. ഇതിന് 50 രൂപ. പിന്നെ സ്റ്റിക്ക് ഉണ്ട് ഇവിടെ. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതും 3 തീറ്റ തരും. അതിന് 30 രൂപയാണ് ചാർജ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. പ്രേക്ഷകരെ, വലിയൊരു ഓഫർ ഇവിടെ നടക്കാൻ പോവാണേ. നമ്മൾ വീഡിയോന്റെ അവസാനം റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒട്ടും നഷ്ടമാവില്ല. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിന്റെ അകത്തുള്ള ചായ, ജ്യൂസ് ഇങ്ങനെയുള്ള ഐറ്റംസ് കിട്ടുന്ന ചെറിയ ഒരു ഷോപ്പാണ്. ഉപ്പിലിട്ടത്, സോഡ, അങ്ങനെ കുറെ ഐറ്റംസുകളുണ്ട്. സോഡ, സർബത്ത്, ജ്യൂസ്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ചായ, കാപ്പി, ബൂസ്റ്റ്, ഹോർലിക്സ്, എല്ലാ സാധനവും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള റൈഡുകളെ. 1, 2, 3 ഐറ്റം റൈഡുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി പിള്ളേർക്ക് ജമ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അത് ബേർഡ്സിന്റെ സെക്ഷനാണ്. നമുക്ക് കാണാം. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റോൾ ചെയ്യുന്ന ആ സെറ്റപ്പാണ്. അത് അതിപ്പോ വർക്കിംഗ് അല്ല കേട്ടോ. വർക്കിംഗ് അല്ല, അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഹായ്. അപ്പം നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ അപ്പം ഇത് ഇവിടുത്തെ മഷാവു സൂപ്പർ സ്റ്റാർ ആണ് ആള്. കൊള്ളാം. क्या नाम है इसका? मकावे बस ऐसा बोलता है. दूसरा नाम बिक्की है. बिक्की बोलता है. പേടി കൂടെ എല്ലാരും ഇതിന്റെ പേര് ബിക്കി എന്നാണ്. ഇങ്ങനെ പിള്ളേർക്ക് പറ്റിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രസമാണ്. അവർ തീറ്റയൊക്കെ അവർ തരും നമുക്ക്. അപ്പൊ ഇങ്ങനെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വന്ന് കയ്യിൽ നിന്ന് എടുത്ത് വെക്കോളും. മാറിക്കള അവിടെ നിന്ന് ഉറക്ക. ഈ ഫ്രെയിമിൽ എവിടെ പോയാലും ഉണ്ടാവില്ല ചിപ്പാണ്ടി. ഞാൻ പുതിയൊരു സാധനം കാണിച്ചാവേ. പോന്നാണേ. ഇതാണ് സാധനം. കൊള്ളാം. നല്ല രസമുണ്ട്. ഇഗ്വാന സാധാരണ പച്ച കളറിൽ ഉണ്ടാവുക. ഇത് ചിലപ്പോ കളർ ചേഞ്ച് ചെയ്യായിരിക്കും, അറിയില്ല. भाई वो इग्वाना नॉर्मल में ग्रीन कलर में आता है ना. यही आता है. हाँ. सर खाने का क्या रहता है?
वो वेजिटेबल्स का വെജിറ്റബിൾ കാത്താ ബസ് പൂറ vegetable പച്ചക്കറീന്റെ ആളാണെന്ന് പറഞ്ഞത്. പേടിക്കണ്ട, അതൊന്നും ചെയ്യൂല. അടുത്തൊരു സാധനം ഉണ്ട്. പിന്നെ ആ പെരുമ്പാമ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ പെരുമ്പാമ്പ് എന്തായാലും ആദ്യമായിട്ടൊരു പാമ്പിനെ കയ്യിലെടുക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് guys. അമ്മ ഇവിടെ അതിന് വലുത് പെരുമ്പാമ്പിനെ ബച്ചായ പെരുമ്പാമ്പ चाहिए बस चाहिए ബച്ചായ പെരുമ്പാമ്പിന്റെ കുഞ്ഞാണെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് എടുത്ത് അവർ കയ്യിലൊക്കെ തരും, ഉപയോഗിക്കാം. ഓക്കെ ബൈ, താങ്ക് യു. അടുത്തത് ഇഗ്വാനിന്റെ തന്നെ വലിയ പാമ്പിനെ വേണോ? പുറത്ത് വിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല, ഇതിന്റെ അകത്തുണ്ട്. പിന്നെ വേറൊരു പെരുമ്പാമ്പിന്റെ കുഞ്ഞും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. പെരുമ്പാമ്പിനെ ഞാൻ തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ സ്കിന്നിന്റെ ഫിനിഷിംഗ് അല്ലേ, കാണാം, ഭയങ്കര രസമാണ് കാണാൻ. നല്ല വൃത്തിയുണ്ട്, കുളിപ്പിച്ചൊക്കെ കിട്ടുന്ന പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, ബേബി പൗഡറും മണുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഉള്ളത് മറ്റേ ഫിഷാണ്, ഗോൾഡ് ഫിഷ്, എല്ലാം ഉണ്ട്. കോയിക്കാർപ്പ് എല്ലാ സാധനം ഉണ്ടേ. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. എന്താ രസം. നമ്മളൊന്ന് ചൂണ്ടിട്ട് നോക്കാൻ പോകണേ. എന്താ മോനെ ആംബിയൻസ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. 40 രൂപ 50 രൂപ കണ്ടല്ലോ ഇവിടെ ടിക്കറ്റ്. 40 രൂപ 50 രൂപ കണ്ടല്ലോ ടിക്കറ്റ്. ടിക്കറ്റ് റേറ്റ് ഞാൻ നോക്കി 40 തോന്നുന്നു. ഇതിനകത്ത് ഉള്ളത് നല്ല വലിയ മീനാണ്. ഈ വാള, പുല്ലുവാളയാണ് അധികം ഉള്ളത് ഇതിനകത്ത്. പിലോപ്പി പുല്ലുവാള സാധനങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന മീൻ. നെട്ടറാണ് ഇത്, വാളയാണ്, പുല്ലുവാള സാധനം. നല്ല സൈസ് സാധനങ്ങളാണ്. നമ്മുടെ ഈ സ്വർഗം ഫിഷ് ലാൻഡിന്റെ ഓണർ ഫൈസൽക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫൈസൽക്കും അഷറഫിക്കാണ്, രണ്ടുപേരും ഉണ്ട്. അപ്പം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ വലിയ ഓഫറൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഈ മാസം 17-ാം തീയതി. അതെന്താണെന്ന് ഇവരെ നമുക്ക് പറഞ്ഞു തരും. ഈ 17-ാം തീയതി ഞങ്ങൾ തരുന്ന ഓഫറേ നിസ്സാര ഓഫറൊന്നുമല്ല. ഒരിക്കലും ഒരു മത്സ്യ കർഷകർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ ഓഫറാണ് തരുന്നത്. ഈ 17-ാം തീയതി ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ 99 രൂപയ്ക്കാണ് എല്ലാ മത്സ്യം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. കേജ് 99 രൂപ. ഇവിടെ വന്ന് പിടിച്ച് മറച്ചു വിറ്റാൽ പോലെ ലാഭമാണ്. പോട്ടെ, മറച്ചു വെക്കുന്നതല്ല, കച്ചവടക്കാർക്ക് വരെ ലാഭമാണ്. അപ്പൊ ആ രീതിയിലാണ് ഞങ്ങള് പിന്നെ 17-ാം തീയതി ചിങ്ങം 1-ാം തീയതി കർഷക ദിനത്തിൽ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ മീനാണ് അതിനകത്തുള്ളത്? ഇതിൽ ചെമ്പല്ലിയുണ്ട്, കാർപ്പുണ്ട്, കട്ടിലുണ്ട്, റോഗുണ്ട്, നെട്ടുണ്ട്, വാളുണ്ട്, ഗിഫ്റ്റ് തിലപ്പുണ്ട്, വട്ടമുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും A to Z സാധനങ്ങൾ മിക്സറാണ്. യൂട്ടിലൈസ് ചെയ്യാം. ഇനി വേറെ കാര്യമുണ്ട്. അന്നത്തെ ദിവസം 99 രൂപ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വന്നാൽ കിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെയാണ് നമ്മളെ ഈ ഓഫർ ഉള്ളൂ. ഓക്കെ, മറക്കണ്ട. 4 മണിക്കൂർ സ്വർഗത്തിലേക്ക് 4 മണിക്കൂർ ഓഫറാണ്. ആ 4 മണിക്കൂർ ഇവിടെ ജനസാഗരങ്ങൾ ഒഴുകിയെത്തട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ 17-ാം തീയതി ആരും മറക്കരുത്. ചിങ്ങം 1-നാണ്. ചിങ്ങം 1-ന് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് 6 മണി വരെ ഉണ്ട് കേട്ടോ. 2 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. സംഭവം ഇവര് പുറത്തുനിന്ന് മീൻ മേടിക്കുകയാണെങ്കിൽ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഭൂമി മലയാളത്തിൽ എവിടെയും പോലും മീൻ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ സ്വർഗം ഫിഷ് ലാൻഡിൽ ഈ പറഞ്ഞ തീയതി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് 1 കിലോ മീൻ 99 റുപ്പീസിന് പിടിച്ചോണ്ട് പോവാം. ഇവിടെ കിട്ടുന്ന മീൻ എങ്ങനെയാ? 2 മീൻ അവിടെ അവർ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ എക്സാമ്പിൾ അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അവർ പിടിച്ച മീൻ എന്താണെന്നുള്ളത് ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.